ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് Vivo V29e. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത വിവോയുടെ പുതിയ ഫോൺ. അപ്പോൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടെ ഓൺ ആക്കി വെച്ചാൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയ ഒരു ചാനലാണ്. അപ്പോൾ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്ത് കുറച്ച് സബ്സ്ക്രൈബേഴ്സും കുറച്ച് വ്യൂസും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കുറച്ച് നല്ല വീഡിയോസ്, മൊബൈൽ ഫോൺ അൺബോക്സിങ്ങും അതുപോലെ മൊബൈൽ ഫോൺ ലോഞ്ചിങ്ങും അപ്കമിങ് മൊബൈൽസും ഒക്കെയുള്ള ടോപ്പിക്കുകളെ കുറിച്ചാണ് ഇതിൽ നമ്മൾ വീഡിയോസ് ചെയ്യുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ കീ സ്പെസിഫിക്കേഷൻസൊക്കെ ഒന്ന് നോക്കാം. ഇതിൻ്റെ ബേസ് മോഡൽ വന്നിട്ട് 8GB റാമും 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് ഇതിൻ്റെ ബേസ് മോഡലിൽ വരുന്നത്. കൂടാതെ 12GB റാമും ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ മെമ്മറി വന്നിട്ട് 1TB വരെ എക്സ്പാൻഡബിളുമാണ്. ഇതിൻ്റെ നല്ലൊരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ സ്ലിമ്മാണ്. 7.57 mm തിക്നെസ്സാണ് ഇതിന് ഉള്ളൂ. വളരെ സ്ലിമ്മായിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫോണാണിത്. അതുപോലെ തന്നെ ഇത് ലൈറ്റ് വെയ്റ്റാണ്. ഇതിൻ്റെ വെയ്റ്റും നല്ല വെയ്റ്റൊന്നുമില്ല. നമുക്ക് പിടിക്കുമ്പോൾ തന്നെ നന്നായിട്ട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് ഈ Vivo V29eയിലുള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗം നോക്കുകയാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ നല്ലൊരു ഡിസ്പ്ലേ ഇതിനുണ്ട്. അതുപോലെ തന്നെ സ്നാപ്ഡ്രാഗൻ്റെ 695 പ്രോസസ്സറാണ് ഇതിലുള്ളത്. അത് വേറെ പല ഫോണുകൾക്കും ഈ ഏതാണ്ട് 20,000 റേഞ്ചിൽ വരുന്ന ഫോണുകളിലൊക്കെ ഉള്ളൊരു പ്രോസസ്സറാണ്. നല്ലൊരു അടിപൊളി പ്രോസസ്സറാണ് സ്നാപ്ഡ്രാഗൻ്റെ. ഇതിൻ്റെ ബാറ്ററി ഭാഗം നോക്കുകയാണെങ്കിൽ 5000 mAh നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഈ മോഡലിലുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഫ്ലാഷ് ചാർജിങ് അവൈലബിൾ ആണ്. 44 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജിങ് പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് ചെയ്ത് എടുക്കാവുന്ന ഒരു ഫോണാണിത്. പിന്നെ ഇതിൻ്റെ ക്യാമറ ഭാഗം നോക്കുമ്പോൾ റിയർ ക്യാമറയിൽ 64 മെഗാ നൈറ്റ് പോർട്രേറ്റ് ക്യാമറയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു അടിപൊളി പ്രൈമറി ക്യാമറ ഇതിനുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡറി ക്യാമറയായിട്ട് 8 മെഗാ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും റിയർ ക്യാമറയിൽ ലഭ്യമാണ്. 4K റെക്കോർഡിംഗ് ഓപ്ഷനും ഈ റിയർ ക്യാമറയിൽ അവൈലബിൾ ആണ്. പിന്നീട് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ സിംഗിൾ ക്യാമറ സെറ്റപ്പാണ്. അതിൽ 50 മെഗാ വൈഡ് ആംഗിൾ ക്യാമറ ഫ്രണ്ട് ക്യാമറയിൽ ലഭ്യമാണ്. പക്ഷേ ഫ്രണ്ട് ക്യാമറ 4K റെക്കോർഡിംഗ് ഓപ്ഷൻ ഫ്രണ്ട് ക്യാമറയിലില്ല. അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ സ്നാപ്ഡ്രാഗൻ്റെ 695 പ്രോസസ്സർ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ഗെയിംസൊക്കെ കളിക്കണമെങ്കിലും ഇത് ഫാസ്റ്റായിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കുന്ന ഒരു ഫോൺ കൂടിയാണിത്. നിലവിലിത് 2 കളർ വേരിയൻറ്റിലാണ് ഇതിപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഒന്ന് ആർട്ടിസ്റ്റിക് റെഡും പിന്നീടൊന്ന് ആർട്ടിസ്റ്റിക് ബ്ലൂവും. അങ്ങനെ ഈ 2 കളർ വേരിയൻസിൽ ഇത് നിലവിൽ ഓൺലൈൻ സൈറ്റുകളിൽ ലഭ്യമാണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ സൈറ്റുകളിലെല്ലാം ഇത് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ബേസ് മോഡൽ പ്രൈസ് വന്നിട്ട് 26,999 രൂപയാണ്. അതായത് 8GB റാമും 128 GB മോഡലിന് ഏതാണ്ട് 26,999 രൂപയാണ്. മറ്റു പല ഓഫറുകളും പല സൈറ്റുകളിലും ലഭ്യമാണ്. പിന്നീട് ഇതിൻ്റെ അടുത്തൊരു വേരിയൻ്റ് എന്ന് പറയുന്നത് 12GB റാമും 128 GB ഇൻറ്റേർണലും വരുന്ന ഫോണുകൾക്ക് അതിനേക്കായി അല്പം പ്രൈസ് ഏതാണ്ട് 2000 രൂപയുടെ ഡിഫറൻസിൽ ആ ഫോണും ഓൺലൈൻ സൈറ്റുകളിൽ ലഭ്യമാണ്. ഇപ്പോൾ ഡിസ്പ്ലേ, പ്രോസസ്സർ, ക്യാമറ, ബാറ്ററി ബാക്കപ്പ്, ഡിസൈൻ ഇതെല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഫോണായിട്ടാണ് ഇത് കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.